എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പോലീസിനും കേരള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏകദേശം 60-70ഓളം പോലീസുകാരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ചാണ് ഒരു കൈപ്പത്തിയില്ലാത്തൊരു മനുഷ്യൻ വളരെ കൂളായിട്ട് ജയിൽ ചാടി പോകുന്നത്. അപ്പോൾ ജയിലിൽ ഒരുപാട് സെക്യൂരിറ്റി മെഷർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഓരോ മണിക്കൂറിലും ഏകദേശം 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ സെല്ലിലും ഉള്ള ആൾക്കാരുടെ എണ്ണം പരിശോധിച്ച് വെരിഫൈ ചെയ്യേണ്ട ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഈ മണിക്കൂർ ഇത്രയും സമയമായിട്ട് രാവിലെ 4:45 ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അപ്പോൾ ഇത്രയും സമയം ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി മെഷർമെൻ്റൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ലേ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഗോവിന്ദച്ചാമി ഈ സൗമ്യ വധക്കേസിൽ ജയിലിലായ, അതായത് ഏകദേശം പാലക്കാട് അവിടെ നിന്നാണ് പിടിയിലാവുന്നത്. അപ്പോൾ ജയിലായ ശേഷം ഈ ആളൂരിനെ, മരിച്ചുപോയ BA ആളൂരാണ് ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റെടുത്തത്. അത്ര വരെ ഈ ആളൂരിനെ ആർക്കും അറിയില്ലായിരുന്നു. അതിനുശേഷം ഈ ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ഒരു ലൈം ലൈറ്റിൽ വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസൊക്കെ ഏറ്റെടുക്കുന്നത്. ശരിക്കും ആളൂർ അങ്ങനെയാണ് പ്രശസ്തമാകുന്നത്. അപ്പോൾ ഈ ആളൂർ മരിക്കുന്നതിന് മുന്നേ തന്നെ പല മാധ്യമ പ്രവർത്തകരെടുത്തും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഗോവിന്ദച്ചാമി ചില്ലറക്കാരനല്ല, ഇയാൾക്ക് ഈ ഭിക്ഷാടന മാഫിയുടെ ഒരു വലിയ രീതിയിൽ ആ നെറ്റ്വർക്കിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ ഗോവിന്ദച്ചാമി. അപ്പോൾ ഈ അടുത്ത് 2007 ശരിക്കും എന്താ പറയേണ്ടത്, ഗോവിന്ദച്ചാമി മതം മാറിയിട്ട് 2007 ചാർലി തോമസ് എന്ന് പറയുന്ന ഗോവിന്ദച്ചാമി 2007 ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആളെ മതം മാറിയിട്ട് ചാർലി തോമസ് ആവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തിയറീസുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, അതായത് കുറച്ച് ദിവസമായിട്ട് ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ ഇങ്ങനെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ സമയത്തൊന്നും അവിടെയുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളോ പോലീസുകാരോ സഹതടവുകാരോ ഇത്തരത്തിൽ ഇങ്ങനെ എന്താ പറയുക പ്രിപ്പറേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ പ്രേരിതമായത് ബോംബെയിലുള്ള മുംബൈയിലെ പണബിൽ ബേസ്ഡ് ആയിട്ടുള്ള ഭിക്ഷാടന മാഫിയ തന്നെയാണ്. അപ്പോൾ ഇതേ ഭിക്ഷാടന മാഫിയാണ്, മുംബൈ ബേസ്ഡ് ഭിക്ഷാടന മാഫിയാണ് ഈ എന്താ പറയുക BA ആളൂരിന് ലക്ഷങ്ങൾ കൊടുത്ത് കോടതിയിൽ ഗോവിന്ദച്ചാമി സൗമ്യ വധക്കേസിന് ഇതൊക്കെ വാദിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത്. ഇപ്പോൾ എന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും ജയിൽ ചാടി മംഗലാപുരത്ത് എത്തിയാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോളാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മംഗലാപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ അത്തരത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഈ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗോവിന്ദച്ചാമിയുടെ ഇതുമായി ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആ ലോബി എങ്ങനെയെങ്കിലും ജയിൽ ചാടിയിട്ട് മംഗലാപുരം എത്തിയാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ബോംബെയിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമി ജീവിതത്തിൽ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല കേരള പോലീസിന്. അതായത് കേരള പോലീസിന് തന്നെ ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിച്ച് വളരെ സാഹസികമായിട്ടായിരുന്നു. അപ്പോൾ അത് ആകെ കേരള പോലീസിന് അറിയുന്ന ഒരു കാര്യം, കൈപ്പത്തിയില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ കൈപ്പത്തിയില്ലാത്ത അനേകം പേരെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ, ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക ദുർഘടമായ ഒരു പരിപാടിയായിരുന്നു ഇദ്ദേഹത്തെ അന്ന് പിടിച്ചത്. അപ്പോൾ ഇന്ന് പിടിച്ച ആ ക്യാമ്പിലുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോവിന്ദച്ചാമി ഇവിടെ ഇപ്പം പിടിക്കപ്പെട്ടില്ല, എങ്ങനെയെങ്കിലും മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലത്തും പിന്നെ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് മുംബൈയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുംബൈ ഭിക്ഷാടന മാഫിയ അവനെ പല സ്ഥലത്തും അവിടെ ഒളിപ്പിക്കും, പിന്നെ അവിടെ ഒരു കാലത്തും ഗോവിന്ദച്ചാമി പിടിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അമ്പലങ്ങൾ പള്ളികളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഭിക്ഷാടനം നടത്തും, നമ്മളെ വളരെ അവരുടെ ദയനീയ അവസ്ഥയുണ്ട് 10-20 രൂപയൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ പോകുന്നത് വലിയൊരു നെറ്റ്വർക്കിലൊക്കെയാണ്. ഒന്നും ആലോചിച്ച് നോക്കി, ലക്ഷങ്ങൾ കൊടുത്താണ് BA ആളൂരിനെ ഈ സൗമ്യ വധക്കേസിൽ എന്താ പറയുക ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അപ്പോൾ ഓരോ സിറ്റിങ്ങിനും ലക്ഷങ്ങൾ കൊടുത്ത് ഇത്ര കാശ് കൊടുത്ത് കൊണ്ടുവരണം. അവരുടെ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവരുടെ പിന്നിൽ വലിയ, അതായത് ഇത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഈ എന്താ പറയുക മതം മാറ്റ ലോബികൾ, എന്താ പറയുക രാജ്യത്തെ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. ഇവർക്ക് ഇത്തരത്തിലുള്ള പൈസ കൊടുക്കുന്നതൊക്കെ വലിയ രീതിയിൽ അന്വേഷണം വേണം. അത് ശരിക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമായിരിക്കില്ല. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്, ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ആയിട്ടുള്ള വലിയൊരു നെറ്റ്വർക്കാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരൂ. എന്ത് തന്നെയായാലും ഗോവിന്ദച്ചാമിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചാർലി തോമസ് എത്രത്തോളം ശക്തനാണ്, ആ നെറ്റ്വർക്കിൽ വലിയ റോൾ വഹിക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെ ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ട് കോടതി ലക്ഷങ്ങൾ കെട്ടിവെച്ചിട്ട് വലിയ രീതിയിൽ നല്ല നിലയിലുള്ള വക്കീലന്മാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.